സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ആതുര സേവനങ്ങളും ഭക്തിയുടെ മറവിൽ ചെയ്യുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളും അഴിമതികളും അധികാരത്തിൻ്റെ ഹുങ്കും സ്വജനപക്ഷപാതവുമൊക്കെ അല്പം ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും മുഷിപ്പിക്കുന്നതാണ്, സംശയമില്ല. എന്നാൽ എന്തുകൊണ്ട് ദൈവം ഇത് നിർത്തുവാൻ വേണ്ടതെന്തെങ്കിലും ചെയ്യുന്നില്ല എന്നാണ് അനേകരുടെയും ചോദ്യം. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ആത്മാവിൽ ഗ്രഹിക്കപ്പെടേണ്ട ഒന്നായതുകൊണ്ട് തന്നെ സ്വർഗരാജ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുവാൻ ലൗകികമായ കാര്യങ്ങൾക്ക് സാധ്യമല്ല. എങ്കിലും തൻ്റെ മക്കൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ദൈവം തിരുവചനത്തിലുടനീളം വിവിധ ദൃഷ്ടാന്തങ്ങളിലൂടെ അതിനായി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യൻ്റെ പരിമിതികളറിഞ്ഞ് നമ്മുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു വന്ന് ശിശുക്കളോടെന്ന വണ്ണം സ്വർഗീയ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന ആ നല്ല ഗുരുവിൻ്റെ വചനങ്ങൾക്കായി നമ്മൾക്ക് കാതോർക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വിതയ്ക്കുന്നവൻ്റെ ഉപമ നൽകിയതിന് ശേഷം മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞു. ഞാൻ 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരികയാണ്. നാം ആ ഭാഗം വിട്ടിട്ടാണല്ലോ അതിനു മുൻപുള്ള ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിച്ചത്. ഈ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതാണ്. അത് കൊള്ളാമല്ലോ അല്ലേ? ഈ ചെവി എന്ന് പറയുന്ന സാധനം നമ്മുടെ തലയുടെ 2 വശങ്ങളിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കേൾക്കരുതോ? ഈ ചോദ്യവും കർത്താവിൻ്റെ ഉത്തരവും ശ്രദ്ധിക്കുക. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. ആരോ പറയുകയുണ്ടായി, ഒരു ഉപമയെന്നാൽ സ്വർഗീയമായ അർത്ഥത്തോടു കൂടിയ ഭൗമികമായൊരു കഥ ആകുന്നുവെന്ന്. ഇത് വളരെ നല്ലൊരു നിർവചനം തന്നെയാണ്. അളക്കുക എന്ന ഉദ്ദേശത്തോടെ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് ഉപമ എന്നതുകൊണ്ട് മൂലഭാഷയിൽ അർത്ഥമാക്കിയിരുന്നത്. അളക്കുക. നമുക്ക് മുമ്പിൽ വെച്ച സ്വർഗീയ സത്യങ്ങളെ അളക്കുവാനാണ് യേശു ഉപമകൾ നൽകിയത്. അവൻ എന്തിനാകുന്നു അങ്ങനെ ചെയ്തത്? 11-ാം വാക്യത്തിൽ അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ദൈവവചനം അറിയണം എന്ന് ഒരു മനുഷ്യൻ വാഞ്ചിച്ചാൽ അതറിയുവാൻ അവന് സാധിക്കും. സത്യം അറിയുവാൻ വാഞ്ചയുള്ളവർക്ക് അതറിയുവാൻ സാധിക്കും. അതേസമയം തന്നെ നിങ്ങൾക്കതിന് നേരെ നിങ്ങളുടെ ചെവി അടച്ചു കളയാനാണ് ഭാവമെങ്കിൽ അത് അറിയാൻ സാധിക്കില്ല. ഈ വിശാല മനസ്കരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വലിയ പങ്ക് ആളുകളുണ്ട്. അവർ ദൈവവചനത്തിന് നേരെ അവരുടെ കാത് അടച്ചു കളയുന്നു. പ്രിയ സുഹൃത്തെ, ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, കേട്ടാൽ നിങ്ങളൊട്ട് ഗ്രഹിക്കത്തുമില്ല. മനസ്സിൻ്റെ ഒരുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവവചനം കേൾക്കുവാൻ വാഞ്ചയുള്ള കാതുകളായിരിക്കണം നിങ്ങളുടേത്. 12-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് തന്നെ ശ്രദ്ധേയമാണ്. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അല്പം സത്യം അറിഞ്ഞിട്ട് കൂടുതൽ സത്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു നിങ്ങളെങ്കിൽ ദൈവം നിങ്ങൾക്കത് നൽകിത്തരും. സത്യം അറിയുവാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാതിരിക്കുവാൻ ദൈവം ശ്രദ്ധിക്കുക തന്നെ ചെയ്യും.
കേൾക്കുവാനും ഗ്രഹിക്കുവാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾക്ക് ദൈവം അത് ഒരിക്കലും അടച്ചു കളയുകയില്ല. താൻ ഉപമകളാൽ സംസാരിച്ചതിൻ്റെ കാരണം ഇതത്രേ എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. കേൾക്കുവാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈ പറയുന്നതൊന്നും മനസ്സിലാകില്ല. ക്രിസ്തുവിൻ്റെ ഉപമകളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും കാണുവാൻ സാധിക്കുന്ന പൊതുവായ സാധനങ്ങളെ എടുത്ത് അവൻ സംസാരിച്ചു. അന്നത്തെ ജനങ്ങൾക്ക് സുപരിചിതമായ വസ്തുക്കൾ, ആ ജനങ്ങൾക്ക് കാണാവുന്നതും അറിയാവുന്നതുമായ വസ്തുക്കളെ എടുത്ത് അതിലൂടെ വലിയ ആത്മീയ സത്യങ്ങളെ ക്രിസ്തു പഠിപ്പിച്ചു. പുല്ലിനെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും മഴയെക്കുറിച്ചും അവൻ സംസാരിച്ചു. അത്തിവൃക്ഷവും അന്തരീക്ഷവും അവൻ്റെ ഉപമകളിലുണ്ടായിരുന്നു. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേർത്ത് സംസാരിക്കുന്നത് അവൻ തൻ്റെ സന്തോഷമായി കണ്ടു. അതെ, റോസാപുഷ്പത്തെക്കുറിച്ചും മുന്തിരിവള്ളിയെക്കുറിച്ചും ഗോതമ്പിനെക്കുറിച്ചും അവൻ സംസാരിച്ചു. കുരികിലുകളും കഴുകനും അവൻ്റെ ഉപമകളിലുണ്ടായിരുന്നു. സാധാരണ വാക്കുകളായിരുന്നിട്ടും ജ്ഞാനം നിറഞ്ഞവയായിരുന്നു ഇവയോരോന്നും. അത് മനുഷ്യഹൃദയങ്ങളിൽ ആഴത്തിൽ എഴുതപ്പെട്ടു. സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രേ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ നാം കാണുന്നത്. അതായത് തൻ്റെ നാമത്തിനു വേണ്ടി ഒരു ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നതിലൂടെ ഭൂമിയിലെങ്ങുമുള്ള ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധിപത്യം വെളിപ്പെടുത്തുന്നു. ഇന്ന് ദൈവം തൻ്റെ പരിപാടി പ്രാവർത്തികമാക്കുന്നത് അവൻ്റെ സഭയിലൂടെയാണ്. അതായത് ഓരോ സത്യവിശ്വാസികളും ഉൾപ്പെടുന്ന വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടത്തിലൂടെ. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കുണ്ട്. ജനങ്ങളെ ദൈവം ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ആ പരിപാടിയിലാണ് ഈ അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഇനിയും വായിക്കാൻ പോകുന്നത് 24-ാം വാക്യമാണ്. 24-ാം വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കർത്താവ് എവിടെ നിർത്തിയോ അവിടുന്നാണ് ഈ ഉപമ ആരംഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചല്ലോ. വിതയ്ക്കുന്നവൻ വിതച്ചതിൽ 4-ൽ 1 ഭാഗം വിത്ത് മാത്രമേ നല്ല നിലത്ത് വീണുള്ളൂ എന്നാണ് കഴിഞ്ഞ ഉപമയിൽ കർത്താവ് പറഞ്ഞത്. 4-ൽ 3 ഭാഗം ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ല. കാരണം വചനം കേട്ട അവർ അതിനോട് നേരാംവണ്ണം പ്രതികരിച്ചില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടില്ല. ദൈവവചനം കേട്ടവരിൽ 4-ൽ 1 മാത്രമേ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടുള്ളൂ. തുറന്നു പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയിൽ വചനം കേൾക്കുന്നവരിൽ 4-ൽ 1 പേർ പോലും ശരിയായി പ്രതികരിക്കുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. ക്രിസ്തുവിനെ അംഗീകരിക്കുവാനുള്ള ക്ഷണം ഞാൻ നൽകുമ്പോൾ പ്രതികരിക്കുന്നവരിൽ 10-ൽ 1 സത്യസന്ധമായിട്ടായിരുന്നെങ്കിൽ ഞാൻ ഗോളടിക്കുന്നതിൻ്റെ ശരാശരി തരക്കേടില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആരെങ്കിലും ഒരാൾ പോലും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ദൈവവചനം നാം ലോകത്തിന് നൽകുന്നു. അപ്പോൾ സംഭവിക്കുന്നത് ഒരു ചെറിയ കൂട്ടം പ്രതികരിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ ഇന്ന് ഭൂമിയിലുള്ളതിൻ്റെ വേറൊരു ഭാവം അത്രേ ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ച ഒരു മനുഷ്യൻ്റെ ചിത്രം, അതത്രേ നമുക്ക് ഇവിടെയുള്ളത്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു. ആരാണ് ഉറങ്ങുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നാം വായിച്ചത് മനുഷ്യർ ഉറങ്ങുമ്പോൾ ശത്രു വന്നു എന്നത്രേ. ഒരു കാര്യം ഓർക്കേണ്ടത്, വിതയ്ക്കുന്നവൻ കർത്താവാകുന്നു. അവിടുന്ന് ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നതുമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ശത്രു സാത്താനാകുന്നു. അവൻ ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതയ്ക്കുന്നു. കള എന്നത് ദുരുപദേശമാകുന്നു. ഇന്ന് അപ്രകാരത്തിലുള്ള വിത വളരെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ഗോതമ്പും കളയും കൂടി ആദ്യം ഒരുമിച്ച് വളരുവാൻ തുടങ്ങിയപ്പോൾ അവ തമ്മിൽ തിരിച്ചറിയുവാൻ വലിയ പ്രയാസമായിരുന്നു. അത് അങ്ങനെയാണല്ലോ. തുറന്നു പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിന് തലവേദനയായിരിക്കുന്ന മിക്ക കൾട്ടുകളും പ്രത്യയശാസ്ത്രങ്ങളും മതാചാര സമ്പ്രദായങ്ങളും ഒക്കെ ആരംഭത്തിൽ എന്തൊരു രുചികരമായിരുന്നെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെയുള്ള അനേകം കൂട്ടങ്ങളുണ്ട്.
ആരാണ് കളയ്ക്ക് ഉത്തരവാദി എന്ന് വിതച്ചവൻ അറിഞ്ഞു എന്ന് കാണുവാൻ പോവുകയാണ്. 27 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ച് കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാകുന്നു ഇവിടെ ലഭിക്കുന്നത്. നമ്മുടെ കർത്താവ് പറയുന്നത്, കള വലിച്ചു പറിക്കുവാൻ ശ്രമിക്കേണ്ടില്ല, അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. അവ വളർന്ന് പൊങ്ങിക്കഴിയുമ്പോൾ ഏതാണ് കള, ഏതാണ് ഗോതമ്പെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടും കൂടി വളരട്ടെ. ഒരാൾ വന്ന് എന്നോട് ഇപ്രകാരം ചോദിച്ചെന്നിരിക്കട്ടെ, നമ്മുടെ ലോകം നന്നായിക്കൊണ്ടിരിക്കുന്നുവെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിനുള്ള എൻ്റെ മറുപടി, അതെ, ഞാൻ ചിന്തിക്കുന്നത് ലോകം നന്നാകുന്നുണ്ട് എന്നത്രേ. പിന്നീട് വേറൊരാൾ വന്ന് എന്നോട് ഇപ്രകാരം ചോദിച്ചെന്നിരിക്കട്ടെ, നമ്മുടെ ലോകം ആകെ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഞാൻ അദ്ദേഹത്തോട് പറയുന്ന മറുപടി, അതെ, ലോകം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രണ്ട് മറുപടിയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഞാൻ ഉരുണ്ട് കളിക്കുകയാണെന്ന്, അല്ലേ? കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല സുഹൃത്തേ, ഞാൻ പറഞ്ഞത് രണ്ടും സത്യമാണ്. അല്ലാതെ എല്ലാവരെയും പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുകയല്ല. ഗോതമ്പ് വളരുന്നു, കളയും വളരുന്നു. ലോകം നന്നാകുന്നുണ്ട്, ഗോതമ്പ് വളർന്ന് പൊങ്ങുന്നില്ലേ? ഇന്ന് നാം കാണുന്നത് പോലെ ദൈവവചന ഘോഷണം മറ്റൊരു കാലത്തും കണ്ടിട്ടില്ല. സകല ഭാഷക്കാരോടും ജാതിക്കാരോടും ഗോത്രക്കാരോടും സകലരോടും ദൈവവചനം അറിയിക്കുവാനുള്ള തീഷ്ണത അനേകം ദൈവമക്കളുടെ ഇടയിൽ വർദ്ധിച്ച് കാണുന്നുണ്ട്. അതിനുവേണ്ടി എന്തെല്ലാം മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇൻ്റർനെറ്റായാലും സോഷ്യൽ മീഡിയ ആയാലും റേഡിയോ ആയാലും ടെലിവിഷൻ ആയാലും പോയി പറയുന്നതായാലും കൺവെൻഷൻ, എന്തെല്ലാം വിധത്തിലുള്ള കൺവെൻഷനുകൾ. ഇതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനത്തെ സ്നേഹിക്കുകയും അതിനുവേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായ അനേകം വിശുദ്ധന്മാരുണ്ട്. സുഹൃത്തെ, ഗോതമ്പ് വളരുന്നുണ്ട്, സംശയമില്ല. ഗോതമ്പ് ശരിക്കും വളരുന്നുണ്ട്. അതേസമയം തന്നെ ലോകം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയ ലോകം തന്നെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം കളകൾ വളരുന്നുണ്ട്. ഞാൻ ശുശ്രൂഷ ആരംഭിച്ച ആദ്യകാലങ്ങളിൽ ചിന്തിച്ചു, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് കുറേ വൃത്തിയാക്കലൊക്കെ നടത്താമെന്ന്, വേണ്ടാത്തതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ശുദ്ധീകരിച്ച് പ്രവർത്തിക്കാമെന്ന്. ഒടുവിൽ ഞാൻ എൻ്റെ ലക്ഷ്യം തിരിക്കേണ്ടി വന്നു. അവരെന്നെ വൃത്തിയാക്കി ഓടിച്ചു. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നിടത്ത് നേരെയാക്കുവാൻ എന്നാൽ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വെറുതെ അതിനുവേണ്ടി പരിശ്രമിച്ച് നിരാശപ്പെടേണ്ടതില്ല എന്ന് ദൈവം എന്നെ കാണിച്ചു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഞാൻ ഗ്രഹിച്ചത്, എൻ്റെ ജോലി വചനം പ്രസംഗിക്കുക എന്നത് മാത്രമാണ്. ഓടി നടന്ന് കള പിഴുതു മാറ്റുവാൻ മേലിൽ എന്നെ കിട്ടില്ല. കാരണം കള വീഴുമ്പോൾ അതിലൂടെ നല്ല ഗോതമ്പും പിഴുതു പോകുവാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, എൻ്റെ ജോലി കള പറിക്കുക അല്ല, വിത്ത് വിതയ്ക്കുക ആകുന്നു എന്നത്രേ. വചനമാകുന്ന വിത്ത്. പ്രിയ സഭാ ശുശ്രൂഷക, കള പറിച്ച് സമയം കളയേണ്ടതില്ല. അത് ദൈവം ചെയ്തുകൊള്ളും. അത് വളർന്ന് കാണുന്നത് താങ്കൾക്ക് തലവേദനയായിരിക്കാം. എന്തു ചെയ്യാം? ദൈവം പറഞ്ഞതല്ലേ, അതവിടെ നിൽക്കട്ടെ. ദൈവം തന്നെ അതിനെ കൈകാര്യം ചെയ്തുകൊള്ളും. ഇനി വേറൊരു ഉപമ 31, 32 വാക്യങ്ങളിൽ നാം കാണുന്നത്, മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലിയതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ഇവിടെ ഒരു കടുക് മരം, കടുക് ചെടി എന്നാണ് നമ്മൾ സാധാരണ പറയുള്ളത്. ഇത് കടുക് മരം.
സഭയുടെയോ ഒരു ദൈവവൈതലിൻ്റെയോ പ്രതീകമാകുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ഉപമയല്ലേ? സാധാരണയായി ക്രിസ്തു വിശ്വാസികളെ ഫലവൃക്ഷങ്ങളോട് സാമ്യപ്പെടുത്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. കടുക് ആഹാര പദാർത്ഥങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്ന വസ്തു എന്നല്ലാതെ ഒരു ആഹാര സാധനമായി അതിനെ കാണുവാൻ സാധ്യമല്ല, ഇല്ലേ? കടുക് കഴിച്ച് വയറ് നിറച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അപകടമാണ്. ഗോതമ്പ് പോലെ, നെല്ല് പോലെ വിറ്റാമിൻ നിറഞ്ഞ സാധനമൊന്നുമല്ല ഈ കടുക്. കടുക് വറുത്ത് കറിക്കും മറ്റും രുചി കൂട്ടുക മാത്രമാണല്ലോ നമ്മളൊക്കെ ചെയ്യാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഹാരമാക്കി കഴിച്ച് ജീവിക്കാവുന്ന ഒരു സാധനമല്ല കടുക്. ഒന്നാമത്, കടുകിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്ലാവ് പോലെയോ മാവ് പോലെയോ തെങ്ങ് പോലെയോ വലിയ മരമായിട്ടൊന്നും തീരുന്നതല്ല കടുക് ചെടി. തരിശ് നിലങ്ങളിൽ കൂടുതലായി വളരുന്ന ഒരു കുറ്റിച്ചെടിയാകുന്നു ഇത്. നമ്മുടെ നാട്ടിൽ കടുക് കൃഷി കാര്യമായിട്ടില്ല, എന്നാലും നാമൊക്കെ കണ്ടിട്ടുണ്ട്. കടുകുമണി എല്ലാ വിത്തിലും ചെറിയതെങ്കിലും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു ഉത്തൻ ഈ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടുപിടിച്ചു. ഇയാളുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കടുകുമണി എല്ലാ വിത്തിലും ചെറിയ വിത്തല്ലായിരുന്നു എന്നായിരുന്നു. ബൈബിളിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചതിൽ അയാൾക്കുണ്ടായ സംതൃപ്തിയൊന്നും പറയേണ്ടായിരുന്നു. എല്ലാ വിത്തിലും ചെറുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ കർത്താവ് അർത്ഥമാക്കിയത് എന്താണ് എന്ന് പോലും അയാൾക്കറിയില്ല. ആരോട് സംസാരിക്കുന്നുവോ ആ ജനങ്ങൾക്കറിയാമായിരുന്ന ഏറ്റവും ചെറിയ വിത്ത് അന്ന് കടുകായിരുന്നു. അത്രമാത്രം. മാത്രവുമല്ല, കടുക് ഉൾപ്പെടുന്ന എല്ലാ സസ്യവർഗത്തിലെ എല്ലാ വിത്തിലും ഏറ്റവും ചെറുത് കടുകുമണിയാകുന്നു എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ചെറിയ വിത്താണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, എങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഒരു കുറ്റിച്ചെടി മാത്രമായി തീരേണ്ട ഒരു ചെറിയ വിത്ത് ശരിക്കും വളമൊക്കെ ലഭിച്ചപ്പോൾ ഒരു വൃക്ഷമായി തീർന്നു എന്നോ? എന്നിട്ട് ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായെന്ന്. ഈ ഉപമ എവിടെയോ ഒരു അസ്വാഭാവികത നമ്മൾ കാണുന്നുണ്ടല്ലേ? ഇത് വാസ്തവത്തിൽ സമസ്ത ക്രൈസ്തവ ലോകത്തിൻ്റെ ബാഹ്യമായ വളർച്ചയെ വെളിപ്പെടുത്തുമ്പോൾ പുളിച്ച മാവിൻ്റെ ഉപമ സമസ്ത ക്രൈസ്തവ ലോകത്തിൻ്റെ ആന്തരികമായ അവസ്ഥയാണ് സംസാരിക്കുന്നത്. ക്രൈസ്തവ ഗോളം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? സഭ ലോകത്തിന് മാനസാന്തരം വരുത്തിയിട്ടില്ല, പക്ഷേ അതിന് ലോകത്തിൽ അതിമഹത്തായൊരു സ്വാധീനമുണ്ട്. ക്രിസ്തുമാർഗം ചെന്നെത്തിയിട്ടുള്ള എല്ലായിടങ്ങളെയും ക്രൈസ്തവ ലോകം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. സംഘടിത സഭയുടെ ബാഹ്യ വളർച്ചയാണ് ഈ കടുകുമണിയുടെ അല്ലെങ്കിൽ കടുക് വൃക്ഷത്തിൻ്റെ ഉപമ വെളിപ്പെടുത്തുന്നത്. ലോകവും സഭയും ഇന്ന് ഭയാനമാകും വണ്ണം കൂടിക്കലർന്ന അവസ്ഥയിലാണ്. സഭയിലെ മനുഷ്യനും ലോകത്തിലെ മനുഷ്യനും തമ്മിലൊരു വ്യക്തമായ അനുരഞ്ജനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിലും പ്രവൃത്തിയിലും അവർ രണ്ടുപേരും ഇന്ന് ഏതാണ്ട് ഒരുപോലെയാണ്. എന്താ വ്യത്യാസം? അല്ല, വ്യത്യാസം അരുതെന്നാണല്ലോ പലരുടെയും ഭാഷ്യം. ലോകമനുഷ്യൻ കൈക്കൂലി വാങ്ങുന്നു, ക്രിസ്തീയ സഭയിൽ അംഗമായിരിക്കുന്നവനും കൈക്കൂലി വാങ്ങുന്നു, രണ്ടുപേരും കള്ളു കുടിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനെന്ന് വാതോരാതെ പറയുന്നവൻ വെട്ടിപ്പിൻ്റെ ആശാനായിരിക്കുന്നു. ഈ വീരവാദം മുഴക്കാതെ അനാത്മികനും വെട്ടിപ്പ് നടത്തുന്നു. എന്താ സുഹൃത്തെ ഒരു വ്യത്യാസം? ഒരു ക്രിസ്തു ശിഷ്യൻ ഭൂമിയുടെ ഉപ്പാകണം, കടുകുമണിയല്ല, ദുഷിപ്പിനെ തടയുന്ന ഉപ്പ്. ഇവിടെ പറയുന്നു, ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം ഈ വൃക്ഷം വലുതായെന്ന്. ഈ പറവകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വിവിധ സഭാവിഭാഗങ്ങളാകുന്നു എന്നൊരു ദുരുപദേശക്കാരൻ തട്ടിവിടുന്ന ഞാൻ കേട്ടു. അയാൾ പറഞ്ഞു, മർത്തോമ പറവകളെക്കുറിച്ചും CSI പറവകളെക്കുറിച്ചും യാക്കോബായ പറവകളെക്കുറിച്ചും പെന്തക്കോസ്ത് പറവകളെക്കുറിച്ചുമൊക്കെ വാചാലമായി അയാൾ പ്രസംഗിച്ചു. പക്ഷേ അപ്രകാരത്തിലുള്ള വ്യാഖ്യാനം ഈ അധ്യായത്തിലെ തന്നെ ആദ്യത്തെ ഉപമയിൽ പറവകൾക്ക് ക്രിസ്തു കൊടുത്ത വ്യാഖ്യാനത്തിന് യോജിക്കാത്ത ഒന്നത്രേ. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? ഈ പ്രഭാഷണത്തിലെ ഉപമകളിൽ പറഞ്ഞിരിക്കുന്ന പറവകൾ ഒരു നല്ല കാര്യമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൽ സംശയം വേണ്ട. ആ പറവകൾ ദുഷ്ടതയെ പ്രതിനിധീകരിക്കുന്നതത്രേ. വഴിയരികെ വീണ വിത്ത് എടുത്തുകൊണ്ട് പോയത് പറവകളായിരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞത്
അവ ശത്രുവായ സാത്താനെ പ്രതിനിധീകരിക്കുന്നു എന്നത്രേ. വളരെയധികം വൃത്തികെട്ട പറവകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കടുകുമരമാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകം എന്ന് ഞാൻ ഭയപ്പെടുന്നു. 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. പുളിച്ച മാവ്, അതായത് ഈസ്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പുളിച്ച മാവ്, പുളിപ്പ്, അതെന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? സുവിശേഷമാകുന്നു എന്ന് വ്യാഖ്യാനിച്ച് പറയുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ കുറേ കൂടി വ്യക്തമായി ദൈവവചനം പഠിക്കണമെന്നത്രേ. നന്മയുടെ പ്രമാണമായി എങ്ങും പുളിപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെപ്പോഴും തിന്മയുടെ പ്രമാണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 98 പ്രാവശ്യം പുളിച്ച മാവെന്ന പ്രയോഗം ബൈബിളിൽ കാണുന്നുണ്ട്. അതിൽ 75 പ്രാവശ്യം പഴയ നിയമത്തിലും 23 പ്രാവശ്യം പുതിയ നിയമത്തിലും. അവിടെ എല്ലാം എപ്പോഴും അത് ദുഷ്ടത എന്ന ഒരു ധ്വനിയാണ് ലഭിക്കുന്നത്, മോശമായത്. ദൈവത്തിന് യാഗം അർപ്പിക്കുമ്പോൾ പുളിച്ച മാവ് ഉപയോഗിക്കുന്നതിനെ പഴയ നിയമത്തിൽ നിരോധിച്ചിരുന്നു. പരീശന്മാരുടെയും സാദുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവാൻ കർത്താവ് മുന്നറിയിപ്പ് നൽകിയത് നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് തിന്മയും ദുഷ്ടതയുമായ പുളിച്ച മാവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബൈബിളിലെ പ്രതീകങ്ങൾ ഒന്നു തന്നെ വ്യത്യസ്ത അർത്ഥം വരുമാറ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് ഒരർത്ഥവും വേറൊരു ഭാഗത്ത് മറ്റൊരർത്ഥവും വരുമാറ് ബൈബിളിൽ പ്രതീകങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഒരു ഉപമ 2 സ്ഥലത്ത് 2 അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. ഈ തത്വം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. പ്രതീകമായ ഒരു വസ്തുവിന് ഇവിടെ ഒരർത്ഥവും വേറെ ഒരു ഭാഗത്ത് ഇവിടുത്തേതിൻ്റെ വിപരീതാർത്ഥവും ഒരിക്കലും വരില്ല. ഇത് തീർച്ചയാക്കിക്കൊള്ളുക. അതുകൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലും പുളിച്ച മാവ് എന്തെങ്കിലും നല്ലതിൻ്റെ പ്രതീകമല്ല, സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ തന്നെ ഓർപ്പിക്കട്ടെ. പുളിച്ച മാവ് സുവിശേഷമല്ല. ഇവിടെ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് 3 പറ മാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതാണ് സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നത്. കാരണം മാവ് ധാന്യത്തിൽ നിന്നോ വിത്തിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. വിത്ത് ദൈവവചനത്തെയാണ് കാണിക്കുന്നതെന്ന് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കർത്താവ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. യഹൂദജനം ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് മുതൽ അവൻ ഉയർത്തപ്പെട്ട ഈ ഭൂമിയിലേക്ക് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ മടങ്ങി വരുന്നതുവരെയുള്ള ഇടവേളയിൽ ഈ ലോകത്തിൽ ദൈവവചനത്തിന് എന്തു സംഭവിക്കുമെന്നുള്ളതിൻ്റെ ചിത്രമാകുന്നു ഈ ഉപമ നമുക്ക് നൽകുന്നത്. മാവ് പ്രതിനിധീകരിക്കുന്ന ദൈവവചനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കാം. ഇതാ ഇവിടെ ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്നതായി കാണുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രിയ സഹോദരിമാർ തെറ്റിദ്ധരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. തിരുവചനത്തിൽ ഒരു ഉപദേശത്തിൻ്റെ ധ്വനി വരുന്ന ഭാഗത്ത് ഒരു സ്ത്രീയെ ചിത്രീകരിച്ചു കാണുന്നുവെങ്കിൽ അവിടെയെല്ലാം അവളെ തിന്മയുടെ പ്രമാണമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ പുളിച്ച മാവെടുത്ത് മാവിൽ, അതായത് പുളിപ്പെടുത്ത് ഈസ്റ്റ് എടുത്ത് മാവിൽ അത് അടക്കി വയ്ക്കുന്നു. അടക്കി വെക്കുക എന്നുപയോഗിച്ചിരിക്കുന്ന പദത്തിന് പകരം ശരിയായ തർജ്ജിമ ഒളിച്ചു വെക്കുക, മറച്ചു വെക്കുക എന്നൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പുളിപ്പ് സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ എന്തിനാണ് ഈ സ്ത്രീ ഇത് ഒളിച്ചു വെക്കുന്നത്? സുവിശേഷം പുരമകളിൽ നിന്ന് ഘോഷിക്കേണ്ടതാണ്. ഭൂമിയുടെ അറ്റത്തോളം അത് വിളിച്ചറിയിക്കേണ്ടതാണ്. തിന്മയുടെ ഒരു പ്രമാണമത്രേ പുളിപ്പ്. അതിന് 2 പക്ഷമില്ല. സ്ത്രീ അതെടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെക്കുന്നു. മാവ് ദൈവവചനത്തെ കാണിക്കുന്നു, സുവിശേഷത്തെ. നാം ജീവിക്കുന്ന ഈ കാലയളവിൽ ഈ വസ്തുത വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിനെ ഉദ്ധരിക്കാത്ത ഒരൊറ്റ പ്രത്യയശാസ്ത്രമോ മതാചാര സമ്പ്രദായമോ ഇല്ല. സാത്താനെ ആരാധിക്കുന്നവർ, ദുഷ്ടാത്മാക്കളെ സേവിക്കുന്നവർ പോലും ബൈബിൾ ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതൊരു വ്യക്തിയുടെയും നാവിൽ ബൈബിളിലെ ഒരു ഉദ്ധരണിയെങ്കിലും നാം കാണാറുണ്ട്. എല്ലാ പ്രകാരത്തിലുമുള്ള ദുരുപദേഷ്ടാക്കന്മാർ ദൈവവചനമാകുന്ന മാവിൽ പുളിപ്പ് ചേർക്കുന്നു.
അവരവരുടെ സൗകര്യത്തിന് ദൈവവചനത്തെ കോട്ടുകയും മാട്ടുകയും ചെയ്യുന്നു. എന്താകുന്നു ഈ പുളിച്ച മാവ് ചെയ്യുന്നത്? ഈ പുളിച്ച മാവ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള മാവല്ല, പിന്നെ നാമൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഈസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈസ്റ്റ് പോലെ മാവ് പുളിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് പുളിച്ച മാവ്. രണ്ടും മാവാണെന്ന് ഒരു സംശയം തോന്നാം. അതുകൊണ്ട് ചില തർജ്ജിമകളിൽ പുളിപ്പ് എന്ന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പത്തിനും റൊട്ടിക്കുമൊക്കെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ ഈ പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്താൽ അത് പുളിച്ചു പൊങ്ങും, അത് രുചികരമാകും. അതുകൊണ്ട് തന്നെയാണ് അധികം ആളുകൾക്ക് ഇന്ന് ഉയർന്നു വരുന്ന ഈ ക്രിസ്തീയ കൾട്ടുകളിൽ കൂടുതൽ താല്പര്യമുണ്ടാകുന്നത്. രുചിയുള്ളതാ കേട്ടോ, പോയാൽ ഭയങ്കര രസമാണ്. എന്തൊരു രസമാണെന്നറിയാമോ? ആ കോമ്പൗണ്ടിൽ എന്തൊക്കെ ആകാമെന്നറിയാമോ? കയറൂരി വിട്ടിരിക്കുന്ന പ്രതീതി. എത്ര ചെലവ് ചെയ്തും ഈ ഗുരുക്കന്മാരുടെ പിൻപേ പോകുവാൻ, ദൈവമനുഷ്യരുടെ പിൻപേ ആണെന്ന് ചിന്തിച്ചു പോകുവാൻ മനുഷ്യൻ എന്ത് ഉത്സാഹമാണ്. പുളിപ്പില്ലാത്ത മാവ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി വെറും ചപ്പടാച്ചിയാണ്, ഒരു രുചിയുമില്ലാത്തതുപോലെ. അല്പം പുളിപ്പ് ശരിക്കും സഹായിക്കും. എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ അമ്മ അപ്പമുണ്ടാക്കുവാൻ രാത്രിയിൽ മാവ് കുഴച്ച് ഈസ്റ്റ് ചേർത്ത് വെക്കുമായിരുന്നു. ചിലരൊക്കെ പുളിക്കുവാൻ കള്ള് ചേർക്കുമായിരുന്നു. ഇത്ര മണിക്കൂർ പുളിച്ച് കഴിയുമ്പോൾ അപ്പമുണ്ടാക്കാമെന്ന് അമ്മച്ചിമാർക്കറിയാം. അഥവാ കൂടുതൽ സമയം പുളിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സാധനമാകെ നശിക്കും. അങ്ങനെ കൂടുതൽ പുളിച്ചത് തിന്നുവാൻ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പുളിപ്പ് തിന്മയുടെ ഒരു പ്രമാണമാകുന്നു. ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, സഭയിൽ നുഴഞ്ഞു കയറുന്ന തെറ്റായ ഉപദേശം ഒടുവിൽ മുഴുവൻ വിശ്വാസത്യാഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുകയുണ്ടായി, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. ഈ ചോദ്യത്തിൻ്റെ ധ്വനി തന്നെ ഇല്ല എന്ന മറുപടി കൊടുക്കുന്നതാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ലോകം വിശ്വാസത്യാഗത്തിലായിരിക്കും. പത്യോപദേശത്തോട് ജനം പറ്റി നിൽക്കാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് മുന്നറിയിപ്പ് നൽകുന്നു. സഭയുടെ മുഴുവനായുള്ള വിശ്വാസത്യാഗം ലവോദിക്കയിലെ സഭയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനത്തെ തള്ളിക്കളയുന്ന, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാലം. സുഹൃത്തെ, നിങ്ങൾ ദൈവവചനത്തിൽ എന്തെങ്കിലും പുളിപ്പ് ചേർക്കാറുണ്ടോ? സത്യം സത്യമായി പഠിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. മായം ചേർക്കുന്ന പ്രവണത തീർച്ചയായിട്ടും നല്ലതല്ല. അത് പ്രയോജനം ചെയ്യില്ല. സത്യമായി ദൈവവചനം ഗ്രഹിപ്പാനും അനുസരിപ്പാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിനെതിരെ നേരിട്ട് നിലകൊള്ളുവാൻ ശത്രുവായ പിശാചിന് ശക്തിയില്ലെങ്കിലും ദൈവരാജ്യത്തിനകത്ത് നുഴഞ്ഞു കയറുവാൻ അവൻ എല്ലാ കാലങ്ങളിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ തന്ത്രങ്ങളെ ദൈവജനം തിരിച്ചറിയാതിരിക്കുന്നതിനാൽ ഒരു പരിധിവരെ അവൻ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. എങ്കിലും പിശാചിൻ്റെയും അവനാൽ വശീകരിക്കപ്പെടുന്നവരുടെയും അന്ത്യം സുനിശ്ചിതമായതിനാൽ അന്തിമജയം ദൈവത്തിനും ദൈവരാജ്യത്തിനുമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിനകത്ത് വളർന്നു നിൽക്കുന്ന കളകളെ ഓർത്ത് വ്യാകുലപ്പെടാതെ ദൈവജനം ആത്മശക്തിയിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ.